ഹായ് കൂട്ടുകാരെ, ഞങ്ങളുടെ 14ാമത്തെ വിവാഹ വാർഷികമായിരുന്നു ഏപ്രിൽ 9. പതിവ് പോലെ ഒരു കേക്ക് വാങ്ങി സന്തോഷത്തോടു കൂടി മുറിക്കുകയാണ്. പിന്നെ ദീപവും ശരത്തും വന്നു. അവരോടൊപ്പമുള്ള ഞങ്ങളുടെ സ്ഥിരമായിട്ടുള്ള സെലിബ്രേഷൻ. സാധാരണ ഞങ്ങൾ 3 മാത്രം ഒതുങ്ങുന്ന ഞങ്ങളുടെ എല്ലാ ആഘോഷങ്ങളിലും ശരത്തും ദീപവും ഉള്ളപ്പോൾ അത് കൂടുതൽ സന്തോഷകരമാവാറുണ്ട്. അവർ വരുമ്പോൾ ഞങ്ങളുടെ സന്തോഷം ഒരുപാട് ഇരട്ടിക്കുകയാണ് ചെയ്യാറ്. ഉച്ചയ്ക്ക് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്കെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 മണിയോട് കൂടിയാണ് ഉണ്ടാക്കി വെച്ചത്. ഒരു മയത്തിന് ഇതോട് കിട്ടി സാധനം. കേക്കിന്റെ പെട്ടി അടിച്ചു പറ്റി, കേക്കിന്റെ പെട്ടി അടിച്ചു പറ്റി. ഇത് കരിമണ്ണ് കാണാൻ കേട്ടോ. പെട്ടിക്കകത്ത് പെട്ടിയാ. നീ പാട്ട് അല്ലെങ്കിൽ ലോഡ് കിട്ടും. അത് കൂടി പോരുന്നു. വാ, രണ്ടുപേരും കൂടെ പിടിച്ചോ. ശങ്കരൻ കൂടെ ശങ്കരൻ കൂടെ ഒന്നില്ലടാ. കിട്ടുമോ? സത്യം പറഞ്ഞാൽ ഈ ശങ്കുരുമോൻ തന്ന ഗിഫ്റ്റൊക്കെ ഞാൻ അറിഞ്ഞിട്ടുകൂടിയില്ല കേട്ടോ. ഇവിടെ എപ്പോഴൊക്കെയോ ഞാൻ ഇല്ലാത്ത സമയം നോക്കിയോ മറ്റോ ഒക്കെ അവൻ റെഡിയാക്കിയതാണ്. ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറേ ഗിഫ്റ്റൊക്കെ ആരെല്ലാം തരുമ്പോൾ പേപ്പറൊക്കെ കിട്ടുവാണെങ്കിൽ കളയാറില്ല സാധാരണ, അത് സൂക്ഷിച്ച് വയ്ക്കുക ചെയ്യാറ്. അപ്പോൾ അത് വെച്ച് ചെയ്തതായിരിക്കും. പിന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവന് അറിയാവുന്നതാണ് പൊതുവെ. എന്നാ ഒറ്റയ്ക്കോ നമ്മുടെ സ്വാമി കണീര് 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 അത് കണീര് അത് കണീരേ വാ ഫാന്റാസ്റ്റിക്. സൂപ്പർ ഫാന്റാസ്റ്റിക്. അത് മാവനറിയാം, അത് മാവനറിയാം. അത് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. 2 ദിവസം മുമ്പ് ഞങ്ങൾ സ്കൂളിൽ പർച്ചേസിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. സ്കൂൾ ഓപ്പണിംഗ് ആയിരുന്നല്ലോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ലാസ്റ്റ് ബില്ലിടാറായപ്പോഴത്തേക്കിന് ഞാൻ എൻ്റേതായ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് അപ്പുറത്തോട്ട് പോകുമല്ലോ. അപ്പോൾ ഇവർ രണ്ടും കൂടെ ഇവർക്ക് ആവശ്യമുള്ളതൊക്കെ എടുക്കും. അപ്പോൾ ഞാൻ ബില്ലിടാൻ പോയിട്ട് എന്നെ അവൻ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ചിട്ട് വെളിയിൽ പോയിട്ട് പറഞ്ഞ് അവൻ തലവേദന എടുക്കുന്ന, ഈ സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ എന്തോ പോലെ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പുറത്തു പോകുന്ന സമയത്ത് പറ്റിച്ച പണിയാണ് കേട്ടോ ഇതൊക്കെ. എന്തായാലും കുഞ്ഞുങ്ങൾ നമുക്ക് ഇങ്ങനെയൊക്കെ തരുമ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ. എന്തായാലും അവനിതൊക്കെ എപ്പോൾ ചെയ്യുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ ഈ ഒരു ഗിഫ്റ്റിൽ അവൻ അച്ഛൻ്റെ കയ്യിലും ഉണ്ട്. രണ്ടുപേരും കൂടെ ചേർന്നുള്ള വേലകളാണ് കേട്ടോ ഇത്. എനിക്കെന്തോ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛനും മോനും കൂടെ ചേർന്ന് ചെയ്താണ് ഈ സംഭവം. പക്ഷെ മറ്റേ മിഠായി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അങ്ങനെ മറ്റൊരു വിവാഹ വർഷവും കൂടി കടന്നുപോയി. എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും എപ്പോഴും ഞങ്ങളോടൊപ്പം വേണം. ഈ സ്നേഹബന്ധം ഇങ്ങനെ നിലനിൽക്കാനും ഇങ്ങനെ മുന്നോട്ട് പോകാനും ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.